4 മാസത്തിനിപ്പുറം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ആത്മവിശ്വാസം പകരുന്ന ജയം. മൂന്നാം ഭരണം പ്രതീക്ഷിച്ച ഇടതുമുന്നണിക്കേറ്റടി. തലസ്ഥാന നഗരത്തിൽ താമര വിരിയിച്ച ആത്മവിശ്വാസത്തിൽ ബിജെപിയും രാജീവ് ചന്ദ്രശേഖറും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു വിലയിരുത്തുന്നു. അതിലേക്ക് പിണറായി വിജയൻ എന്ന പാർട്ടിയിലും സർക്കാരിലും സർവശക്തനായ നേതാവിന്റെ തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും തെറ്റില്ലെന്ന CPM ആത്മവിശ്വാസത്തിനേറ്റ അടി. പ്രബല മതസമുദായ നേതാക്കൾ വ്യക്തിപരമായി ശത്രുപക്ഷത്ത് നിർത്തുകയും പതിവ് കോൺഗ്രസ് ശൈലി വിട്ട നിലപാടുകളുടെ പേരിൽ പാർട്ടി നേതാക്കളുടെ എതിർപ്പ് നേരിടുകയും ചെയ്യുന്ന VD സതീശൻ കരുത്തുകാട്ടിയ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം കൊണ്ട് മാത്രം പാർട്ടിക്കുള്ളിലെ എതിർചേരി നേതാക്കളെ നിശബ്ദരാക്കി തൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ. 3 മുന്നണികളെയും നയിച്ച ഈ 3 നേതാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന അടയാളപ്പെടുത്തലുകൾ. ഇനി മുന്നണികളിലേക്ക് വന്നാൽ 4 മാസത്തിനപ്പുറം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആത്മവിശ്വാസം പകരുന്ന ജയം. മൂന്നാം ഭരണം പ്രതീക്ഷിച്ച ഇടതുമുന്നണിക്കേറ്റ ആഘാതം. തലസ്ഥാന നഗരത്തിൽ താമര വിരിയിച്ച ആത്മവിശ്വാസത്തിൽ BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രാഥമികമായി ഇങ്ങനെയാണ് വിലയിരുത്താനാവുക. UDF ജയം എന്നതിനപ്പുറം ഇടതു ഭരണത്തിനെതിരായ ജനവികാരം എന്നുകൂടി ഈ ജയത്തെ വായിക്കേണ്ടി വരും. മൂന്നാം ഭരണമെന്ന പ്രതീക്ഷ നടപ്പാകണമെങ്കിൽ വരുന്ന 4 മാസത്തിനുള്ളിൽ CPMും സർക്കാരും വലിയ തിരുത്തൽ വരുത്തേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഫലം. കൂടുതൽ പേർക്ക് കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകിയതുകൊണ്ട് മാത്രം വിജയം ഉറപ്പിക്കാനാവില്ല എന്നുകൂടി ഇടതുമുന്നണിയെ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 6 കോർപ്പറേഷനുകളിൽ 5 ഇടവും നഷ്ടപ്പെട്ടതിനേക്കാൾ പാർട്ടിക്ക് ഭാവിയിലടക്കം തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് 941 ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലേറെ പഞ്ചായത്തുകളിലെ പരാജയം. ഇതുവരെ വന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 17,337 വാർഡുകളിൽ 6,568 ഇടത്തെ ഇടതുമുന്നണിക്ക് ജയിക്കാനായുള്ളൂ. 1,300 വാർഡുകൾ ഇക്കുറി കൂടിയിട്ടും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 700 സീറ്റുകൾ കുറച്ചാണ് ജയിച്ചത്. സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന അടിത്തട്ടിലെ പ്രവർത്തകരായിരുന്നു എക്കാലവും CPMന്റെ ശക്തി. ഏതു വലിയ രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങളിലും പാർട്ടിയെ ഉറപ്പിച്ചു പിടിച്ചു നിർത്തുന്ന അടിത്തട്ടിലെ പ്രവർത്തകർക്ക് ജനങ്ങളുമായുള്ള ബന്ധത്തിലുണ്ടായ ഇടിവാണ് ഈ പരാജയം അടയാളപ്പെടുത്തുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7-7 എന്ന തുല്യ നില പാലിക്കാനായെങ്കിലും ആകെയുള്ള 346 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ 196 ഇടത്തും ജയിച്ചത് UDF ആണ്. ഇടതുമുന്നണി അക്കൗണ്ടിലുള്ളത് 148 മാത്രമാണ്. ഇടതിനൊപ്പം മാത്രം നിന്നിരുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിലെ തോൽവിക്ക് പാർട്ടി വലിയ വില ഭാവിയിൽ നൽകേണ്ടി വരും. കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടും തലസ്ഥാന നഗരം BJPക്ക് വിട്ടു നൽകിയെന്ന പഴികൂടി ഇതിൽ കേൾക്കേണ്ടി വരും. രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ നാളെ തിരിച്ചടി ഉണ്ടാക്കുക ഇതാവും. കൊല്ലം ജില്ലയിൽ പൊതുവെ ജയം ആവർത്തിക്കാനായെങ്കിലും കോർപ്പറേഷൻ നഷ്ടമായതും അവിടെ BJPക്ക് 12 സീറ്റിൽ ജയിക്കാനായതും സ്വാഭാവികമായും CPM നേതൃത്വത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തും. ജോസ് കെ മാണിയെ കൂട്ടിയും ക്രൈസ്തവ സഭാ തലവന്മാരെ അനുനയിപ്പിച്ചും മധ്യകേരളം പിടിക്കാമെന്ന കണക്കുകൂട്ടലും ഇക്കുറി പിഴച്ചു. വെൽഫെയർ പാർട്ടി ബന്ധം ഉയർത്തിക്കാട്ടി മുസ്ലിം വോട്ടിലും മുസ്ലിം ലീഗ് വോട്ടിലും ഭിന്നതയുണ്ടാക്കാമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. എക്കാലവും CPMന്റെ നട്ടലായ ഈഴവ വിഭാഗത്തിൽ നിന്നും വലിയ ചോർച്ചയുണ്ടായെന്ന് വേണം കണക്കാക്കാൻ. വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത ആക്രമണം നടത്തിയ ഘട്ടങ്ങളിൽ പോലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച വിഭാഗത്തിൻ്റെ വോട്ടുകളിലാണ് ഈ മാറ്റം ഉണ്ടായത്. മതേതര മനസ്സിൽ വെറുപ്പ് കോരിയിട്ട വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് പാർട്ടിക്ക് ഗുണമായോ ദോഷമായോ എന്നതിലും ഇനി ചർച്ച വേണ്ടിവരും. ഇനി UDFിലേക്ക് വന്നാൽ 10 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന UDFന് ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർവ്വ മേഖലയിലും കഴിഞ്ഞ തവണ ഇടതുമുന്നണി നേടിയ സർവാധിപത്യം പക്ഷേ ഇക്കുറി UDFന് നേടാനായില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഒപ്പമുണ്ട്. UDF ജയത്തിൽ ഒന്നാമത്തെ ക്രെഡിറ്റ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയാണ്. മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കാനും പരമാവധി പേരെ ഒപ്പം നിർത്താനും പതിവ് വിട്ട് മുന്നൊരുക്കം നടത്താനും സതീശനായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ കേരളത്തിലെ 3 മുന്നണികളുടെയും ഇത്തരം വിഷയങ്ങളിലുള്ള പതിവ് രീതികളാകെ വിട്ട് കടുത്ത നടപടികളിലേക്ക് പോയ ഉറച്ച നിലപാടിനുള്ള അംഗീകാരം കൂടിയായി വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. മത സമുദായ നേതാക്കളിൽ പ്രബലരെന്ന് കരുതുന്ന പലരും കടുത്ത സതീശൻ വിരുദ്ധരാണ്. അവരൊക്കെ പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ വിഭാഗങ്ങൾ പെടുന്നവരെ കോൺഗ്രസിനൊപ്പം നിർത്താനായി എന്നത് ചെറുതല്ലാത്ത നേട്ടമാണ്.
മധ്യകേരളത്തിലെയും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെയും കോൺഗ്രസ് സ്വാധീനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ കൂടിയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണി മാറ്റത്തിന് പോലും പ്രേരിപ്പിക്കുന്നതാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ UDF തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണത്തെ പോലെ ലീഗ് ശക്തി കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല ഇത്തവണത്തെ UDF ജയം എന്നതുകൂടി ഓർക്കണം. പ്രതീക്ഷിക്കപ്പെട്ട വലിയ മുന്നേറ്റം സാധ്യമായില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയം ഒന്നുകൊണ്ട് മാത്രം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഈ ജയം ആഘോഷിക്കാൻ വക നൽകുന്നതാണ്. BJPയെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് തിരുവനന്തപുരം ജയം. ഗ്രാമ, ബ്ലോക്ക്, മുനിസിപ്പൽ വാർഡുകളിൽ കഴിഞ്ഞ തവണത്തെ എണ്ണം കൂട്ടാൻ BJPക്ക് ആയിട്ടുണ്ട്. വലിയ കുതിച്ചാട്ടമല്ലെങ്കിലും എണ്ണത്തിൻ്റെ കണക്കിൽ അവരിന് വർധനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ തൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന ഒരു മറുപടി കൂടിയാണ് ഇത്തവണത്തെ ജയം. കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അടക്കം ഇടതു ശക്തി കേന്ദ്രങ്ങളിൽ നേടിയ മുന്നേറ്റം BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ വോട്ടായി കണക്കാക്കാവുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. 346 ജില്ലാ പഞ്ചായത്ത് വാർഡുകളാണ് ആകെയുള്ളത്. അതിൽ കാസർഗോഡ് ബദിയടുക്കയിൽ മാത്രമാണ് താമര വിരിയിക്കാനായത്. 346-ൽ ഒറ്റ സീറ്റിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്ക വിജയം നേടുക എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും വലിയൊരു വിഭാഗം അണികളുടെയും പ്രതീക്ഷയിലുമൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ജില്ലാ പഞ്ചായത്തിലെ ഈ പ്രകടനം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നൊരുക്കം വേണമെന്ന് 3 മുന്നണികളെയും ഒരേപോലെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം.